അച്യുതൻ സത്യനാഥന്റെ വീട്ടിലേക്ക് വന്നിരിക്കണേ. ഭൂമിചയുടെ അച്ഛനല്ലേ? ആ അതെ, കയറി വരൂ എന്ന് പറഞ്ഞ സത്യൻ അകത്തേക്ക് ക്ഷണിക്കാണ്. അങ്ങനെ അകത്തിരുന്ന് സംസാരിക്കുമ്പോ അച്യുതൻ ചോദിക്കും, ഞാൻ ഭൂമിയുടെ അച്ഛനാണെന്ന് എങ്ങനെ മനസ്സിലായി? ആ സൗഭാഗ്യവരത്ത് പൂജയുടെ അന്ന് വന്നിരുന്നല്ലോ. ഭൂമി എപ്പോഴും പറയാറുണ്ടേ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ഛനെയാണെന്ന്. അച്യുതാ, നിങ്ങൾ ഭാഗ്യവാനാ. അച്യുതൻ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? അല്ല സാർ, വെറുതെ പരിചയപ്പെടാലെന്ന് കരുതി. എപ്പോഴും പറയാറുണ്ട് സാറിന്റെ കാര്യം. എന്നെ കുറിച്ചോ? നല്ലതോ മോശോ? അച്യുതൻ പറയും, അയ്യോ മോൾ ആരെ കുറിച്ചും മോശം അഭിപ്രായം പറയില്ല. സാറിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. അപ്പോ സത്യം പറയും, എന്റെ ഭാര്യയും മകളെയും കണ്ടെത്താൻ ഭൂമിയും ശ്രമിക്കുന്നു. എന്നെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ഇതൊക്കെ കേൾക്കുന്ന അച്യുതൻ ഞെട്ടും. അച്യുതന് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട സാർ. സത്യം പറയും, ഇത് ഞാൻ കുറച്ച് കുടിക്കും. മകളെയും ഭാര്യയും കാണാതായപ്പോ തുടങ്ങിയത്. എത്ര വർഷം മുമ്പാ മകളെ കാണാതായത്? സത്യനാഥ് പറയും, 22 വർഷം. അന്ന് എനിക്ക് കണ്ണൂരായിരുന്നു ജോലി. അപ്പൊ ഇന്നിപ്പോ 24 വയസ്സ് കഴിയല്ലേ എന്ന് അച്യുതൻ ചോദിക്കുമ്പോ സത്യനാഥ് പറയും, അതെ. ആ കുഞ്ഞിപ്പോ വളർന്നു വലുതായി കാണില്ലേ? എങ്ങനെ തിരിച്ചറിയും? രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തത് ബാലുഷ്യമാണ്. മോളുടെ കഴുത്തിലെ കുടുംബചിഹ്നത്തിന്റെ ഒരു മാലയുണ്ട്. അതിപ്പോ ഉണ്ടാവണമെന്നില്ല. ഏറ്റവും പ്രധാനം, മോളുടെ കഴുത്തിന്റെ ഇടതുഭാഗത്ത് ഒരു മറുകുണ്ട്. അച്യുതൻ ഞെട്ടിപ്പോകും. എന്താ അച്യുത? അല്ല, കഴുത്തിന്റെ പുറകില് മറുകുള്ള കുട്ടികൾ വേറെ ഉണ്ടാവില്ല? ഉണ്ടാവും. അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയാലേ DNA ടെസ്റ്റ് നടത്തി സ്ഥിരീകരിക്കാലോ. ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ സത്യനാഥനകത്തേക്ക് പോവാം. അപ്പോഴാണ് ആ കുഞ്ഞിന്റെ ചെറുപ്പത്തിൽ ഫോട്ടോ കാണുമ്പോ അച്യുതൻ ഷോക്കാവുന്നത്. ആ ഫോട്ടോന്റെ അടുത്ത് പോയി ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പോഴേക്കും സത്യന് അങ്ങോട്ട് വരും. അച്യുതന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായ കൊടുക്കും. സത്യനാഥ് പറയും, എത്ര സുന്ദരി എന്റെ മോളല്ലേ? അച്യുതൻ ചോദിക്കും, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? സാങ്കല്പികമായൊരു ചോദ്യം. കുഞ്ഞിനെ ആർക്കെങ്കിലും കിട്ടിയെന്ന് കരുതുക. അവരറിയുന്നില്ല ആരുടെ മോളാണെന്ന്. അപ്പൊ പോലീസോ മറ്റോ കണ്ടെത്തുന്നോ അത് കാണാതെ പോയ സാറിന്റെ മകളാണെന്ന്? സത്യനാഥ് പറയും, നല്ലൊരു കഥയാണല്ലോ. അച്യുതൻ ചോദിക്കും, അങ്ങനെ മകളെ കിട്ടിയാലേ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും സങ്കടാവില്ലേ? ഇടയ്ക്കൊക്കെ അവരുടെ വീട്ടിൽ പോവാൻ സാർ സമ്മതിക്കോ? അവരല്ലേ സാർ കുഞ്ഞിനെ വളർത്തിയത്? സാങ്കല്പിക ചോദ്യമായാലും ഉത്തരം പറയും. എന്റെ മോളെ കിട്ടിയ പിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. വളർത്തിയതിന് ഒരു പരിഗണന ഉണ്ടാവില്ല. അവിടെ ഞാൻ സ്വാർത്ഥനാണ്. 22 വർഷാ ഞാൻ എന്റെ മകളെ ഓർത്ത് കരഞ്ഞത്. 24 മണിക്കൂറും എന്റെ മകൾ എന്റെ കൂടെ ഉണ്ടാവണം. അപ്പൊ വളർത്തി എന്നുള്ള പരിഗണന? സത്യനാഥ് ചോദിക്കും, എന്തിന്? സ്വന്തമല്ലാത്തൊരു കുഞ്ഞിനെ കിട്ടിയാലേ പോലീസിനെ അറിയിക്കല്ലേ വേണ്ടത്? അവളെ വളർത്തിയത് ആരായാലും അവളുടെ ഓർമ്മയിൽ നിന്ന് തന്നെ ഞാൻ അവരെ പറിച്ചു കളയും. എന്റെ മകളെ എന്റെ മാത്രം സ്വത്താണ്. അച്യുതൻ ആകെ ഷോക്കായി വിഷമിച്ച് നിൽക്കുക. മദ്യപിച്ച ശേഷം സത്യനാഥ് പറയും, നമ്മളൊരു സാങ്കല്പിക ചോദ്യത്തിന്റെ പുറത്താ തർക്കിച്ചത്. വിട്ടേക്കൂ. അച്യുതൻ പറയും, എന്നാ പിന്നെ ഇറങ്ങട്ടെ സാർ. ഇനി വരുമ്പോ ഭൂമിയെ കൂടെ കൊണ്ടുവന്നേക്കണേ. എന്ന് പറഞ്ഞേ ചായ കുടിച്ച് അച്യുതൻ അവിടെ നിന്ന് ഇറങ്ങാ. അച്യുതൻ ഒരു മരവിച്ച അവസ്ഥയിലാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. എന്നിട്ട് ഒരു സ്ഥലത്ത് വന്നിരുന്നിങ്ങനെ ഭൂമിയെക്കുറിച്ച് ആലോചിച്ച് ഭൂമിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അവിടെ. പിന്നീട് കാണിക്കുന്ന സൗഭാഗ്യവരത്ത് ഇപ്പോഴും നിശ്ചയത്തിന് ആരൊക്കെ വിളിക്കണം എന്നുള്ള ആ ചടങ്ങിന്റെ ഒരുക്കങ്ങളെ കുറിച്ചാണ്. എത്ര ആൾക്കാരെ വിളിക്കണം നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളിക്കണേ. അഞ്ജന പറയും 1000 ആൾക്കാരെ. അത് കേട്ട് എല്ലാരും ഞെട്ടുട്ടോ. അപ്പൊ കല്യാണത്തിനോ? അങ്ങനെ ഒരുക്കങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടൊരു കാറ് വരിക. സത്യദാസ് ആട്ടോ വരുന്നത്. ഇരിക്കും മോനെ. അതെ, നിശ്ചയത്തിന് എത്ര ആളെ വിളിക്കണം എന്ന് ചോദിച്ചപ്പോ അഞ്ജന പറയാം 1000 ആൾക്കാരെ. അവളുടെ ആഗ്രഹം നടക്കട്ടെ അമ്മേ. അത് കേൾക്കുമ്പോ അഞ്ജന സന്തോഷത്തില് താങ്ക്സ് വലിച്ചാന്ന് പറയും. ഒരു എൻഗേജ്മെന്റും കല്യാണം കണ്ടാണ് ആൾക്കാര് ഇവരെത്ര റിച്ച് ആണെന്ന് കരുതുന്നത്. നിന്റെ ഇഷ്ടം മുത്തശ്ശി പറയും. മാധവൻ പറയും, അല്ലമ്മേ, 1000 ആൾക്കാരുടെ ഫുഡ് ഭൂമി ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ അമ്മേ. അത് അവളോട് ചോദിച്ചിട്ടാവാലോ എന്ന് മുത്തശ്ശി പറയും. ഭവാനി പറയും, വലിയ പ്രോഗ്രാം ആകുമ്പോ ഒരു പരീക്ഷണം വേണം. സത്യദാസ് പറയും, എന്തായാലും നമുക്ക് അവളോട് ചോദിക്കാം. നമ്മളായിട്ട് അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. എന്തായാലും ഭൂമിയെ കുടുംബസമേതം വിളിക്കണം. അഞ്ജനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് ഓഫീസിലേക്ക് പോകാൻ റെഡിയായി അജയ് അങ്ങോട്ട് വരുന്നത്. എന്തിനാ മുത്തശ്ശി, നമ്മളൊക്കെ സ്റ്റാൻഡേർഡിന് ചേരുന്നവരെ വിളിച്ചാ പോരെ എന്ന് അഞ്ജന പറയുമ്പോ അജയ് പറയും, ഭൂമിയെ വിളിക്കണം മുത്തശ്ശി. അവള് വരട്ടെ, നമ്മുടെ എൻഗേജ്മെന്റ് ഭൂമി വേണല്ലോ. ഭവാനിക്കും അഞ്ജനയ്ക്കും ഇഷ്ടാവുന്നില്ല. മുത്തശ്ശി പറയും, ഭൂമി ഉണ്ടാവും ഉറപ്പിച്ചു. അപ്പൊ മുത്തശ്ശി പറയും, അഞ്ജന ഡ്രസ് പാറ്റേൺ അവനെ കൂടെ കാണിക്കേ, അവന്റെയും കൂടെ. അപ്പോഴേക്ക് അജയ് പറയും, വേണ്ട മുത്തശ്ശിന്ന്. അഞ്ജന കാണിക്കാനായി എണീറ്റിട്ടുണ്ടായിരുന്നേ. ഡ്രസ്സിന്റെ ഫോട്ടോ ഫോണിലേക്ക് സെൻഡ് ചെയ്താൽ മതി. ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. അപ്പൊ ഭൂമിയോടും ചോദിക്കാം ഡ്രസ്സൊക്കെ ഇഷ്ടമായോ. അവൾക്ക് നല്ല നോളജാ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അഞ്ജനയ്ക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. അഞ്ജന ഒരു മിനിറ്റ്. അങ്ങനെ അഞ്ജനയും അജയും കൂടെ അവിടെ മാറി നിന്ന് സംസാരിക്കുകയാണ്. പിന്നെ എൻഗേജ്മെന്റിന് ഭൂമി വരും. മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടെ അവളുടെ വിരലിലെ ഞാൻ മോതിരാണിയും. ഇത് കേൾക്കുന്ന അഞ്ജന ഞെട്ടിപ്പോകും. അങ്ങനെ അതും പറഞ്ഞ് നല്ല സ്റ്റൈലായിട്ടാണ് അജയ് അവിടെ നിന്ന് പോണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയായിട്ടോ. അംബിക പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോ ഉണ്ടാവും അച്യുതൻ വരുന്നേ. ഇപ്പോഴും വിഷമത്തൊന്നും മാറിയിട്ടില്ല. എന്താ എത്ര വൈകിയത്? അച്യുതൻ ചോദിക്കും, വൈകിയോ? സമയം ഒരുപാടായോ? ആളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ശരി അംബികെ, വൈകി. എല്ലാം തിരിച്ചറിയാൻ വൈകി. കണ്ടോ? അച്യുതൻ പറയും, കണ്ടു. അയാൾ ഭൂമിയുടെ അച്ഛനാണെന്ന് ഉറപ്പായോ?
അച്യുതൻ പറയും ഇടതു തോളിലെ പിറകിലുള്ള മറക്ക് 22 വർഷം മുമ്പ് കണ്ണൂരിൽ നിന്ന് കാണാതായി. അംബികയ്ക്ക് മോള് നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞോ? അച്യുതൻ പറയും ഇല്ല, കൊന്നാലും പറയില്ല, വിട്ടുകൊടുക്കില്ല. നമ്മുടെ പിടിച്ചോണ്ട് പോയാലോ? അച്യുതൻ പറയും അതിനു മുന്നേ സ്ഥലം വിടണം. ഞാൻ അയാളോട് വെറുതെ ചോദിച്ചു, മകളെ തിരിച്ചു കിട്ടിയാലേ വളർത്തിയവർക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ അനുവദിക്കുമെന്നേ. സത്യനാഥ് പറഞ്ഞതെല്ലാം പറയുമ്പോ അത് കേട്ട് അംബികയും ഞെട്ടിപ്പോകും. അങ്ങനെ പറഞ്ഞോ? അച്യുതൻ പറയും 22 വർഷം കണ്ണീരോടെ നെഞ്ചിൽ കൊണ്ട് നടക്കായിരുന്നു. അയാള് പറയുന്നതിലും ശരിയില്ലേ? അയാൾ ആരാ അച്ചേട്ടാ? അച്യുതൻ പറയും അത് നീ അറിയണ്ട അംബികെ. ഏത് പോലീസ് വന്നാലും നമ്മുടെ മോളെ വിട്ടുകൊടുക്കില്ല. അതെങ്ങനെ ശരിയാവും? കഴിഞ്ഞ 22 വർഷം നമ്മളല്ലേ അവളെ വളർത്തിയത്. അയാൾക്ക് ജനിച്ചെന്ന് കരുതി എങ്ങനെ അവകാശിയാവും? എന്താ നിന്റെ അഭിപ്രായം? അംബിക കരഞ്ഞിട്ട് പറയും അവളുടെ അമ്മയാ ഞാൻ, വിട്ടുകൊടുക്കല്ലേ. അതെ, ഭൂമിയുടെ അച്ഛനും അമ്മയും നമ്മളാണ്. നമ്മള് നാളെ ഈ മുടിഞ്ഞ സ്ഥലം വിടും നാട്ടിലേക്ക്. മറ്റന്നാൾ വെളുപ്പിന് നമ്മൾ നാട്ടിലെത്തും. ആരും നമ്മളെ തെരഞ്ഞു വരില്ല. നീ വാ എന്ന് പറഞ്ഞ മഴയത്തുനിന്ന് അവരകത്തേക്ക് കയറി പോവാണേ. പിന്നീട് കാണിക്കുന്നത് ഭൂമി കണക്കുകളൊക്കെ നോക്കി കടയിലിരിക്കുക. അപ്പൊ അങ്ങോട്ട് സത്യദാസ് വരികയാണ്. അപ്പൊ ഉണ്ടാവും അവിടെ ആ മിസ്സിങ്ങിന്റെ ആ ഫോട്ടോ വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോ സത്യന്റെ മുഖത്തുണ്ടാകുന്ന വിഷമം ഭൂമിക്ക് മനസ്സിലാകുന്നുണ്ട്. സാർ എന്ന് ഭൂമി വിളിക്കുമ്പോ എനിക്കൊരു ഭൂമിസ് കോഫി കഴിക്കണം എന്ന് തോന്നി. അപ്പൊ ഭൂമി പറയും എന്തായാലും അതല്ല, ഇതുവഴി പോയപ്പോ ഒരു കോഫി ഹൗസ് ഓർത്തു. അപ്പൊ ഭൂമിയെ കാണാൻ കരുതി സാറിന് കോഫി ഓർ ടീ ഇഷ്ടമുള്ള എടുത്തോ എന്ന് പറയുമ്പോ ഭൂമി സ്പെഷ്യൽ ആയിട്ട് തന്നെ ഒരെണ്ണ എടുത്തു കൊടുക്കുക. എപ്പോഴാ കട അടയ്ക്കുന്നേ? ഭൂമി അറിയും 11. കസ്റ്റമേഴ്സ് കൂടുതലുണ്ടെങ്കിൽ 12 ആകും. അപ്പൊ എപ്പോഴാ ഉറങ്ങുക കുട്ടി? എന്തിനാ ഉറങ്ങുന്നത്? ജീവിതം അവസാനിക്കുമ്പോ നീണ്ട ഉറക്കം ഉറങ്ങുമല്ലോ. അങ്ങനെ അതും പറഞ്ഞ് ചായ എടുത്തു കൊടുക്കുക. അങ്ങനെ കുടിച്ചുകൊണ്ട് സത്യദാസ് പറയും ഭൂമിയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നോ? ഭൂമി അറിയും എന്നോട് പറഞ്ഞില്ല. എല്ലാം പറഞ്ഞിട്ടാണോ ചെയ്യുന്നേ? ഭൂമി അറിയും അതെ, എനിക്കതിലൊരു സംശയമില്ല. സത്യം പറയും അച്യുതനെ ഒന്നും സൽക്കരിക്കാൻ കഴിഞ്ഞില്ല. പൂജയുടെ അന്ന് കണ്ടതിനേക്കാളും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒരു ചെക്കപ്പ് ആകായിരുന്നില്ലേ? ചെയ്യാം സാർ. ഭൂമിയുടെ മുഖം മാറുന്നുണ്ട്. സത്യനാഥ് പറയും ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിച്ചോളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി സാർ. അങ്ങനെ അവർ കുറേ സമയം സംസാരിച്ചു നിൽക്കുക. അങ്ങനെ സമയം പോയതേ അറിയില്ല കേട്ടോ. സത്യനാഥ് പറയും ആക്ച്വലി ഭൂമിയോട് സംസാരിച്ചിരിക്കുമ്പോ മനസ്സിനൊരു ശാന്തി കിട്ടുന്നത് പോലെയാ. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ശാന്തി ദേവതയെ വന്നുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ. സത്യനാഥ് പറയും ശേഷം അവിടെയുള്ള ചേച്ചി ഉണ്ടല്ലോ ലക്ഷ്മി, ഞങ്ങളെ രണ്ടുപേരുടെയും നല്ലൊരു ഫോട്ടോ എടുത്തേ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കും. ഭൂമി ഒന്നും പറയണ്ട, ചാടി ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് സത്യദാസിന്റെ അടുത്ത് പോയി നിൽക്കുക. അങ്ങനെ ഫോട്ടോയ്ക്ക് നല്ല രീതിയിൽ പോസ് ചെയ്യും. ആഹാ കൊള്ളാലോ, എന്നാ കാണാൻ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യദാസ് അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാം. ലക്ഷ്മി പറയും എന്ത് നല്ല സാറല്ലേ, പാവം. ഭൂമി അറിയും അതെ, പാവം സാറാണേ. ഭാര്യയും മകളെയും കാണാതായി അന്വേഷിച്ച് നടക്കാം. ഇതേ സമയം അച്യുതനും അംബികയും കൂടെ പോവാനുള്ള സാധനങ്ങളെല്ലാം ഒരുവിധം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതെങ്ങനെ നടക്കും അച്യുതേട്ടാ? അവള് ഭൂമി വന്നു കഴിഞ്ഞാല് ഇതിനെ സമ്മതിപ്പിക്കുക അത് കുറച്ച് പ്രയാസാണേ. അച്യുതൻ പറയും കുറച്ച് മുഷിഞ്ഞാലും വേണ്ടിയില്ല, അവളെ കൊണ്ടുപോകണം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ഭയാണ്. അയാളോ പോലീസോ വരാം. അംബികയ്ക്കും അപ്പൊ ഈ കോഫി ഹൗസ് എന്ത് ചെയ്യും? തൽക്കാലം ലക്ഷ്മി നടത്തട്ടെ. അത് വേണോ? നോക്കിക്കോളൂ അവള്. ലക്ഷ്മിയോട് എന്ത് പറയും? എന്തേലും പറയാം. അംബിക പറയും ഡോക്ടറെ കാണുന്ന കാര്യമായിരിക്കും ഭൂമി ഇപ്പം ആദ്യം പറയാം. ഡോക്ടറെയൊക്കെ ഞാൻ പോയി കാണാം, അൾസറിന്റെ മരുന്ന് എഴുതി വാങ്ങിക്കാം, പിന്നെ നാട്ടിലെ ഡോക്ടറെ കാണാനുള്ള കുറിപ്പ് വാങ്ങിക്കാം. അംബികയ്ക്കും അച്ചേട്ടാ ആരാ ഭൂമിയുടെ അച്ഛൻ? അച്യുതൻ പറയും ഞാനാണ് അച്ഛൻ, നീ അമ്മ. ഇത്രേ അറിഞ്ഞാ മതി. അംബികയ്ക്കും സത്യത്തിൽ ഭൂമിയെ അച്ചേട്ടനും എഴുന്നാ കിട്ടി. ഇതൊക്കെ അറിഞ്ഞിട്ടെന്തിനാ? അറിഞ്ഞിട്ടൊന്നിനുമല്ല. ആരെങ്കിലും അറിഞ്ഞാ നമ്മൾ രണ്ടാളും ദുഷ്ട കഥാപാത്രങ്ങളാവും. സ്വന്തം കുഞ്ഞിനെ അച്ഛന് കൊടുക്കാത്ത ദുഷ്ടന്മാര്. അങ്ങനെ പറയുന്നതിന് മുന്നേ 22 വർഷം മാതാപിതാക്കളായി വളർത്തിയ അവരുടെ ദുഃഖം കൂടെ അറിയണം. അപ്പോഴേക്ക് ഭൂമി എത്തും ആ കാറുമായിട്ട്. അങ്ങനെ അവളാന്ന് തോന്നുന്നു പറഞ്ഞേ ഇവരങ്ങോട്ട് ചെല്ലണേ. ആ കാറ് കൊടുത്തിട്ട് അയാൾ പറയും അതെ, ഇത് കൊടുത്ത് വേറൊരെണ്ണം എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാം. ഭൂമി പറയും ഈ കാർ അച്ഛന്റെ ജീവൻ. അച്യുതൻ വരുമ്പോ ഭൂമി പറയും അച്ഛനെ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയൊരു അച്ഛനെ വാങ്ങിക്കാനാ പറയുന്നത്. മോക്ക് പുതിയ അച്ഛനെ വേണോ? ഭൂമി പറയും എന്നെ വേണ്ടെങ്കിലും ഞാൻ അവഴിക്കില്ല. ജിഷ്ണുവിന്റെ ക്യാഷ് എത്രയാ? ഭൂമി അറിയും അതൊക്കെ ഞാൻ പേ ചെയ്തു. എങ്കിൽ ശരി എന്ന് പറഞ്ഞ അയാൾ അവിടുന്ന് പോവാ. മോള് വാ. അങ്ങനെ അകത്തെല്ലുമ്പോ എല്ലാം ഇങ്ങനെ എടുത്തു വെക്കുന്ന കാണുമ്പോ ഭൂമിക്കും അമ്മ എന്താ എല്ലാം കെട്ടിപ്പെറുക്കുന്നേ, ഇവിടുന്ന് ഇറക്കി വിടുന്നേ ഹൗസ് ഓണർ പറഞ്ഞോ? അച്യുതൻ പറയും എടി മോളെ നമ്മൾ ഇവിടെ വിടുക, നാളെ നമ്മള് നാട്ടിലേക്ക് മടങ്ങാം. ഇത് കേൾക്കുന്ന ഭൂമി ഞെട്ടി നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നെ നെക്സ്റ്റ് പ്രൊമോയില് ഭൂമിയുടെ അച്ഛൻ സത്യദാസ് ആണെന്ന് എല്ലാവരുടെ മുന്നിലും അച്യുതൻ പറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്